ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. ഇന്ന് നടന്ന പൗളിസ്റ്റ A1-ലെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലും വിജയം നേടാൻ സാന്റോസിന് സാധിച്ചിട്ടുണ്ട്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് എതിരാളികളായ റെഡ് ബുൾ ബ്രാഗാന്റിനോയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിൽ നെയ്മർ ജൂനിയർ തിളങ്ങിയിട്ടുണ്ട്. ഒരു മികച്ച ഫ്രീ കിക്ക് ഗോൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് 2 ഗോളുകളുടെ ഒരു വിജയം നേടിക്കൊണ്ട് സാന്റോസ് ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുള്ളത്. നമുക്ക് നെയ്മറുടെ പ്രകടനത്തിൻ്റെ കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മത്സരത്തിൻ്റെ 9ാമത്തെ മിനിറ്റിലാണ് നെയ്മറുടെ ഗോൾ പിറന്നിട്ടുള്ളത്. ഒരു ഫ്രീ കിക്ക് ഗോളായിരുന്നു. അത് ഡിഫ്ലക്റ്റഡ് ആയിക്കൊണ്ട് വലയിൽ പതിക്കുകയായിരുന്നു. പിന്നീട് 56ാമത്തെ മിനിറ്റിൽ ജോവോ ഷിമിഡ് കൂടി അവർക്ക് വേണ്ടി ഗോൾ നേടിയതോടെ സാന്റോസ് വിജയം ഉറപ്പാക്കി. നെയ്മറുടെ കോർണർ കിക്കിനെ തുടർന്നുണ്ടായ ഒരു അവസരത്തിൽ നിന്നാണ് ജോവയുടെ ആ ഒരു ഗോൾ പിറന്നിട്ടുള്ളത്. നെയ്മറുടെ പ്രകടനത്തിന്റെ കണക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നെയ്മർ 76 മിനിറ്റുകളാണ് കളിച്ചിട്ടുള്ളത്. വിജയം ഉറപ്പിച്ചതോടുകൂടി സാന്റോസിന്റെ പരിശീലകൻ നെയ്മറെ പിൻവലിക്കുകയായിരുന്നു. ഒരു ഗോൾ നെയ്മർ നേടി, 56 ടച്ചുകൾ, 2 അക്യുറേറ്റ് ലോങ് ബോളുകൾ, ഫൈനൽ തേർഡിലേക്ക് 9 പാസുകൾ നൽകാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 4 റിക്കവറികൾ, അതുപോലെ തന്നെ 5 ഫൗളുകൾ നെയ്മർക്ക് നേരിടേണ്ടി വന്നു. 7 തവണ ഡുവൽസ് വോൺ ചെയ്തു. അദ്ദേഹത്തിന്റെ ഒപ്റ്റയുടെ ഒരു റേറ്റിംഗ് വരുന്നത് 7.9 ആണ്. അങ്ങനെ മികച്ച പ്രകടനമാണ് ക്യാപ്റ്റനായ നെയ്മർ ജൂനിയർ ഈ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത്. അതിന്റെ ഫലമായി കൊണ്ട് തന്നെയാണ് സ്വന്തം ആരാധകരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇത്രയും മികച്ച ഒരു വിജയം ഇപ്പോൾ സാന്റോസ് സ്വന്തമാക്കിയിട്ടുള്ളതും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.